ഒരു ബന്ധം തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്നേഹവും കരുതലും മനസ്സിലാക്കലുമാണ്. എന്നാൽ അതേ ബന്ധം തന്നെ പതുക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? തൻ്റെ ജീവിതത്തിലെ അത്തരമൊരു അനുഭവത്തെക്കുറിച്ചാണ് അനുപമ പരമേശ്വരൻ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 2 വർഷത്തോളം നീണ്ടുനിന്ന ഒരു ബന്ധത്തിൽ താൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും നിയന്ത്രണങ്ങളെക്കുറിച്ചും ആ ബന്ധത്തിൽ നിന്ന് പുറത്തുവരാനെടുത്ത തീരുമാനത്തെക്കുറിച്ചും അനുപമ വിശദമായി സംസാരിക്കുന്നുണ്ട്. അനുപമ തന്നെ പറഞ്ഞ ആ അനുഭവങ്ങളിലൂടെ നമുക്കൊന്നു പോകാം. ബന്ധത്തിൻ്റെ തുടക്കം. അനുപമ പറയുന്നത് ബന്ധത്തിൻ്റെ തുടക്കത്തിൽ കാര്യങ്ങൾ വളരെ മനോഹരമായിരുന്നുവെന്നാണ്. സ്നേഹവും കരുതലും ലഭിച്ചിരുന്നു. താൻ വളരെ സ്പെഷ്യലാണെന്ന് തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു തുടക്കത്തിൽ. എന്നാൽ തന്നെ പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അന്ന് തനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ സമയം കടന്നുപോയപ്പോൾ ബന്ധത്തിൻ്റെ സ്വഭാവം മാറിത്തുടങ്ങി. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി നിയന്ത്രണം കൂടി വന്നുവെന്ന് അനുപമ പറയുന്നു. താൻ എന്തു ധരിക്കണം, എന്ത് ഫോട്ടോ പോസ്റ്റ് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ എന്ത് ഇടണം, ഏത് പാട്ട് ഉപയോഗിക്കണം, എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും അഭിപ്രായങ്ങളും നിയന്ത്രണങ്ങളും വരാൻ തുടങ്ങിയതായി അനുപമ പറയുന്നു. ആദ്യമൊക്കെ അതെല്ലാം സ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് കരുതിയേക്കാം. പിന്നീട് അത് തൻ്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതായി തോന്നിത്തുടങ്ങി. അനുപമ പറഞ്ഞ മറ്റൊരു പ്രധാന അനുഭവം ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പോലും താൻ മുൻകൂട്ടി ആലോചിക്കുമായിരുന്നുവെന്നാണ്. എന്താണ് പറയേണ്ടത്, എങ്ങനെ പറയണം, എന്തു പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരണം, ഇതെല്ലാം മുൻകൂട്ടി ചിന്തിക്കേണ്ട അവസ്ഥ. ചിലപ്പോൾ സംസാരിക്കുന്നതിന് മുമ്പേ റിഹേഴ്സൽ ചെയ്യുന്നത് പോലെ തോന്നിയിരുന്നുവെന്നും അനുപമ പറയുന്നു. സ്വാഭാവികമായി സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. തൻ്റെ അനുഭവം വിശദീകരിക്കാൻ അനുപമ വളരെ ശ്രദ്ധേയമായ ഒരു ഉദാഹരണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ദിവസം രമം, അടുത്ത ദിവസം അന്യൻ, പിന്നെ അമ്പി എന്ന രീതിയിലാണ് അവൾ ആ വ്യക്തിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളെ വിശദീകരിക്കുന്നത്. ഒരു ദിവസം വളരെ സ്നേഹത്തോടെ പെരുമാറും, അടുത്ത ദിവസം വളരെ മോശമായി പെരുമാറും. പിന്നീട് അതേ വ്യക്തി തന്നെ കരഞ്ഞ് മാപ്പ് ചോദിക്കും, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറയും. അങ്ങനെ വീണ്ടും എല്ലാം ശരിയാകുന്നത് പോലെ തോന്നും. പക്ഷേ പിന്നീട് അതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കും. ഇതൊരു സൈക്കിൾ പോലെ തുടർന്നുവെന്നാണ് അനുപമയുടെ അനുഭവം. ഈ ബന്ധത്തിനിടയിൽ തൻ്റെ തന്നെ വ്യക്തിത്വത്തിൽ മാറ്റം വന്നതായി അനുപമ തിരിച്ചറിഞ്ഞു. താൻ മുമ്പുണ്ടായിരുന്ന അതേ വ്യക്തിയല്ലാതാവുകയായിരുന്നു. സുഹൃത്തുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥ, സ്വന്തം ഇഷ്ടങ്ങൾ പോലും സ്വതന്ത്രമായി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ഏറ്റവും പ്രധാനമായി ഞാൻ വളരുന്നതിനു പകരം ചുരുങ്ങുകയായിരുന്നു എന്ന തിരിച്ചറിവ്. ഇതാണ് അനുപമയുടെ അനുഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഈ ബന്ധം വിവാഹത്തിലേക്ക് പോകുന്ന തരത്തിൽ വളരെ ഗൗരവമായിരുന്നു എന്നും അനുപമ പറയുന്നു. ബന്ധം തുടങ്ങിയിട്ട് അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി. കുടുംബങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തു. വിവാഹം എങ്ങനെയായിരിക്കണം, എവിടെ നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ വരെ ആലോചിച്ചിരുന്നുവെന്നാണ് അനുപമ പറയുന്നത്. അതായത് ബന്ധം ഒരു സാധാരണ ഡേറ്റിംഗ് റിലേഷൻഷിപ്പിൽ നിന്ന് വിവാഹഘട്ടത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരുന്നു. എല്ലാം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അനുപമയുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നത്. വിവാഹത്തിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാകുമോ? ഇപ്പോൾ തന്നെ എനിക്ക് ഇത്രയധികം ഭയവും നിയന്ത്രണവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിവാഹത്തിന് ശേഷം എന്തായിരിക്കും എന്ന ചിന്തകളുണ്ടായി. അവസാനം തൻ്റെ ഉള്ളിലെ ആ തോന്നലിനെ അവഗണിക്കേണ്ടെന്ന് അനുപമ തീരുമാനിച്ചു. അങ്ങനെ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള തീരുമാനം അനുപമ എടുത്തു. അത് എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല. കാരണം ബന്ധം ഇതിനകം തന്നെ വളരെ മുന്നോട്ട് പോയിരുന്നു. കുടുംബങ്ങൾക്കും കാര്യങ്ങൾ അറിയാമായിരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. എന്നിട്ടും തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം താൻ തന്നെ എടുക്കണം എന്ന് അനുപമ തീരുമാനിച്ചു. അനുപമയുടെ ചിന്ത വളരെ വ്യക്തമായിരുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് ഈ ബന്ധത്തിൽ സന്തോഷമില്ലെങ്കിൽ വിവാഹത്തിന് ശേഷവും എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ഇപ്പോൾ തന്നെ തീരുമാനമെടുത്താൽ മാത്രമേ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന തോന്നലാണ് ഉണ്ടായത്. അങ്ങനെ അവസാനം ആ ബന്ധത്തിൽ നിന്ന് പുറത്തുവരാൻ തീരുമാനിച്ചു. അനുപമ പറയുന്ന മറ്റൊരു പ്രധാന അനുഭവം അവരുടെ കരിയറിനെ കുറിച്ചാണ്. തൻ്റെ ജോലി, സിനിമകൾ, സിനിമയുടെ പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങളിലും ആ ബന്ധത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെന്നാണ് അവൾ പറയുന്നത്. താൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് പോലും പിന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായതായി അനുപമ വിശദീകരിക്കുന്നു. ഒരു കലാകാരിക്ക് കരിയർ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അറിയാം. പക്ഷേ വ്യക്തി ജീവിതത്തിലെ ഒരു ബന്ധം അതിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ പ്രൊഫഷണൽ ലൈഫിനെയും അത് ബാധിച്ചുവെന്നാണ് അനുപമയുടെ അനുഭവം.
ആ ബന്ധത്തിൽ കഴിയുമ്പോൾ പല കാര്യങ്ങളും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരുന്നു. പുറത്തു വന്നതിന് ശേഷമാണ് പല കാര്യങ്ങളും വ്യക്തമായി മനസ്സിലായതെന്ന് അനുപമയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ മാത്രമാണ് ഞാൻ എന്താണ് അനുഭവിച്ചത്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും മാറിപ്പോയത് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കാനും സമയമെടുത്തു. ഈ അനുഭവം അനുപമയ്ക്ക് ഒരു വലിയ കാര്യമാണ് പഠിപ്പിച്ചത്. ഒരു ബന്ധത്തിൽ സ്നേഹം മാത്രം മതിയാവില്ല. അവിടെ ബഹുമാനവും സ്വാതന്ത്ര്യവും പരസ്പരം മനസ്സിലാക്കലും ഉണ്ടായിരിക്കണം. ഒരാളെ സ്നേഹിക്കുന്നു എന്ന പേരിൽ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയില്ല. സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ബന്ധത്തിൽ തുടരേണ്ടതില്ല. ഇതാണ് അനുപമ പങ്കുവയ്ക്കുന്നത്. അനുപമ പരമേശ്വരൻ്റെ ഈ തുറന്നു പറച്ചിൽ ഒരു ബന്ധത്തിൻ്റെ കഥ മാത്രമല്ല, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നും എന്താണ് വേണ്ടാത്തതെന്നും തിരിച്ചറിഞ്ഞ ഒരു അനുഭവം കൂടിയാണ്. 2 വർഷത്തോളം നീണ്ട ഒരു ബന്ധം, വിവാഹത്തിലേക്ക് പോകുമെന്ന് കരുതിയ ബന്ധം. പക്ഷേ അതിനിടയിൽ സ്വന്തം സന്തോഷവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്നതായി തോന്നിയപ്പോൾ ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച അനുപമ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമാണോ അതോ പരസ്പരം ബഹുമാനവും സ്വാതന്ത്ര്യവുമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക.